ഹലോ ഗൈസ്, ഇപ്പോൾ ഗ്യാസ് കിട്ടാൻ വളരെ ക്ഷാമമാണ്. ആപ്പിൽ കയറി ബുക്ക് ചെയ്താലും നമ്മളല്ലാതെ ഫോൺ വഴി ബുക്ക് ചെയ്താലും ഇപ്പോൾ ഗ്യാസ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മുടെ പഴയ കാലത്തിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു പോവുകയാണ് ഗൈസ്. ഞാൻ ചോറ് രാത്രിയിലത്തേക്കുള്ള ചോറ് അടുപ്പിലാണ് വേവിച്ചത്. ഇത് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി റെഡിയായിക്കൊണ്ടിരിക്കുന്നു. ഏതോ ഒരു രാജ്യത്ത് യുദ്ധം വന്നതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമില്ലെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഇരുട്ടടി പോലെ ഗ്യാസിൻ്റെ പ്രശ്നം നമ്മളെ ആകപ്പാടെ ബാധിച്ചത്, അടിമുടി ബാധിച്ചത്. ഹോട്ടൽ മേഖലയും കാറ്ററിംഗ് സർവീസുകാരൊക്കെ ആകപ്പാടെ ബുദ്ധിമുട്ടിയിരിക്കുകയാണ്. തരും ചുറ്റിപ്പോൾ അവിടെ അത് ചെയ്യല്ലേ. വാർത്ത ഇതും കൂടി അത് കേൾപ്പിച്ചു കൊടുക്കും. വാർത്ത രണ്ടെണ്ണം കൂടെ ഇല്ല, ഒരു ചെറുതായിട്ടൊന്ന് കേൾപ്പിച്ചു കൊടുക്കും. ഇവിടെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി റെഡിയായിക്കൊണ്ടിരിക്കുകയാണ് ഗ്യാസ്. എന്താമോ എന്തോ എല്ലാ ദിവസവും ഗ്യാസ് ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല ഗൈസ്. ഞങ്ങളുടെ ചീര കണ്ടോ ഗൈസ്, നാളെ തോരൻ വയ്ക്കണം. വൈകുന്നേരം 5:45 ഗൈസ്, പക്ഷെ ഒരുപാട് വ്യത്യാസമൊന്നുമില്ല. ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു. നമ്മുടെ കല്യാണി ഇവിടെ കിടക്കുന്നു ഗൈസ്. കല്യാണിക്കിപ്പോൾ മീനൊന്നും ഇല്ലാത്തതുകൊണ്ട് കല്യാണി ആകപ്പാടെ പിണക്കത്തിലാണ് ഗൈസ്. കല്യാണി കല്യാണി പെണ്ണെ, എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരു ഹായ് കൊടുക്കടി ഒരു ഹായ് കൊടുക്കടി ഒരു ഹായ്. ഒരു ഹീറ്റർ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഹസ്ബൻഡ് അത് സമ്മതിക്കുന്നില്ല. കാരണം കറണ്ട് ചാർജ് അധികമാകും എന്നതുകൊണ്ട്. അപ്പോൾ വിറക് പിന്നെ ശരണം, വലിയ കുഴപ്പമില്ല, കത്തുന്നുണ്ട്. ഗ്യാസ് എപ്പോൾ തീരുമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പരമാവധി അടുപ്പിലാണ് വെക്കുന്നത് ഗൈസ്. നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. കണ്ട എല്ലാവർക്കും താങ്ക് യു. എല്ലാവരും അടുപ്പത്ത് വെച്ച് പാകം ചെയ്യുക. അടുപ്പത്ത് വെച്ച് ഉണ്ടാക്കുന്നതിന് പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ശരി, എൻ്റെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു.